4 പതിറ്റാണ്ടുകളായി മട്ടന്നൂരിന്റെയും മലയോര മേഖലകളുടെയും ആതുര സേവന രംഗത്തെ സജീവ സാന്നിധ്യം. 40,000-ലേറെ കുഞ്ഞുങ്ങൾ ഭൂമിയിലേക്ക് പിറന്നു വീണത് ഈ കൈകളിലൂടെയാണ്. ഇന്നും തന്റെ കർമ്മരംഗത്ത് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന പ്രസിദ്ധ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സുചിത്ര സുധീറാണ് ഈ വനിതാ ദിനത്തിൽ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഹാപ്പി വിമൻസ് ഡേ. താങ്ക് യു. സെയിം ടു യു. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ, ഈ മെഡിക്കൽ ഫീൽഡിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഡോക്ടർ, എന്തുകൊണ്ടാണ് ഈ ഒരു ഗൈനക്കോളജി തന്നെ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്താ? ഗൈനക്കോളജി സെലക്ട് ചെയ്യാൻ പ്രധാനമായിട്ടുള്ള കാരണം, ഞാൻ MBBS കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഡോക്ടർ മാലതി എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. പ്രൊഫസറായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ഞാൻ കുറച്ച് കാലം മാഡത്തിൻ്റെ കൂടെ മാഡത്തിൻ്റെ ക്ലിനിക്കിലും അവിടെ ചുറ്റുവട്ടത്തിലെ ഹോസ്പിറ്റലൊക്കെ പോകാറുണ്ട്. അതിന് മാഡത്തിൻ്റെ ഒരു പേഷ്യൻ്റായിട്ടുള്ളൊരു ഇൻട്രാക്ഷനും പേഷ്യൻറ്റിനോട് അവരോടുള്ള ഇഷ്ടവും അവരെ ഒരു ഡെഡിക്കേഷൻ കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. അന്നേരം ഞാൻ വിചാരിച്ചു, വൈ നോട്ട് ബിക്കം എ ഗൈനക്കോളജിസ്റ്റ്. അന്നേരം സത്യം പറഞ്ഞാൽ ആ മാഡം എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഗൈനക്കോളജിസ്റ്റ് ആയാൽ ലൈഫിൽ വേറെ ഒന്നിനും സമയം ഉണ്ടാവില്ല, സോ ഫുൾ ടൈം ഇത് തന്നെയായിരിക്കും. പക്ഷെ എന്നാലും എനിക്ക് അതിനോട് ഭയങ്കര താല്പര്യം. മാലതി മാഡ ആണ് ഞാൻ എൻ്റെ ഇൻസ്പിറേഷൻ ടു ബിക്കം എ ഗൈനക്കോളജിസ്റ്റ്. തിരക്കേറിയ ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഇത്രയും കാലത്തെ അനുഭവത്തിൽ മറക്കാനാവാത്ത ധാരാളം ഓർമ്മകൾ ഉണ്ടാവുമല്ലോ, ഞങ്ങളോട് ചിലത് പങ്കുവെക്കാം. അതൊരു വളരെ തോട്ട് പ്രൊവോക്കിംഗ് ക്വസ്റ്റ്യനാണ്. കാരണം ഈ 40 വർഷത്തിൽ പലതും അനുഭവിച്ചിട്ടുമുണ്ട്, പലതും സന്തോഷിച്ചിട്ടുമുണ്ട്, മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ ഒന്ന് പറയാമെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഈ ഹോസ്പിറ്റൽ തുടങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീരാജ്പെട്ട് തൊട്ടിട്ട് കണ്ണൂർ വരെ വേറെ ഒരു ഹോസ്പിറ്റലിൽ സർജറിയും കാര്യവും ഒന്നുമില്ലാത്ത നമ്മളെ സുധീർ ഡോക്ടർ ഒരു സപ്പോർട്ട്, ഒരു ധൈര്യം കൊണ്ട് മാത്രം, ഞാൻ ഒറ്റയ്ക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞങ്ങളൊരു റൂം സെറ്റപ്പ് ചെയ്ത് അത് സ്റ്റെറൈലാക്കി അങ്ങനെയൊക്കെയാണ് നമ്മൾ സർജറി തുടങ്ങിയത്. അതുകൊണ്ട് അന്ന് തൊട്ടിട്ടാണ് നമ്മളെ തുടക്കം. അന്നേരം ഈ ചെറിയ ബേബീസ്, എനിക്ക് ഓർമ്മ പ്രീറ്റേം, നമ്മളെല്ലാ കേസും എടുക്കാറുണ്ട്, ഒന്നും നമ്മൾ പറഞ്ഞയക്കാറില്ല. ഈ വളരെ ചെറിയ കുട്ടികൾ 7-ാം മാസം 8-ാം മാസം പ്രസവിച്ചാലൊക്കെ അന്നേരം ഈ NIC ഒന്നും ഇല്ല. നമ്മളിങ്ങനെ ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഗ്ലാസ് ബബിൾ പോലത്തെ ഒരു സാധനമുണ്ട്, അതിൻ്റെ അകത്ത് വെച്ച് നമ്മൾ പരമാവധി നമ്മളെ എന്താ പറയുക എല്ലാ ടെൻഡർ ലവിങ് കെയറും സ്റ്റെറൈൽ ടെക്നിക്സും നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് ആ കുട്ടികളൊക്കെ വലുതായിട്ട് ഇപ്പം കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്. അന്നൊക്കെ ശരിക്കും ഇത്ര അത് ജീവിക്കുമോ ഇല്ല, ദിവസം നമ്മൾ പോയി നോക്കും അത് ശ്വാസം കഴിക്കുന്നുണ്ടോ, ശരിയാണ്. അങ്ങനെയായിട്ടുള്ള കുട്ടികൾ ഇപ്പം നല്ല വലിയ കുട്ടികളായി അവരൊക്കെ നല്ല ജോലിയായിട്ട് പോകുന്നു. അതുപോലെ തന്നെ വേറെ 1-2 സ്ത്രീകളുണ്ടായിരുന്നു, സ്ഥിരമായിട്ട് ഗർഭാവാ എബോഷനാവാം. അവസാനം ഒരു സ്ത്രീ എൻ്റെ അടുത്ത് പറഞ്ഞ്, പോസിറ്റീവ് വേണ്ട പറഞ്ഞ്, ഡോക്ടറെ ഞാനൊരു കുട്ടിയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങുമോ, ഞാനിവിടെ കിടക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് 9 മാസം ഇവിടെ കിടന്ന് ഒരേ കിടപ്പ്. ഞാൻ നിങ്ങൾ ഡിസ്ചാർജ് വേണമെങ്കിൽ ഇല്ല, ഞാൻ പ്രസവിച്ചിട്ടേ പോകാം. എന്നിട്ട് അവൾ നോർമൽ ഡെലിവറിയായി സുഖമായിട്ടൊരു കുട്ടീനെ പ്രസവിച്ചു. ആ കുട്ടി ഇപ്പം 10-23 വർഷമായി അവളിപ്പോൾ ഒരു എയർ ഹോസ്റ്റസായി മാറിയിട്ടുണ്ട്. അതൊക്കെ വെച്ചാൽ എല്ലാ വർഷവും അവർ വരും, ഇവിടെ വന്നിട്ടാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക, ഒരു കേക്കൊക്കെ മുറിച്ചൊരു ക്യാൻഡിലൊക്കെ അച്ഛൻ, അതൊരു ഭയങ്കര ഒരു മനസ്സിനൊരു സന്തോഷം തന്നെയാണ്. അതുപോലെ തന്നെ എത്രയോ വർഷം മുന്നേ നമ്മൾ അന്നേരം അൾട്രാസൗണ്ടെല്ലാം കുറച്ച് വിഷമം. സുധീർ ഡോക്ടർ സത്യം പറഞ്ഞാൽ ഞാൻ പിടിച്ച് അൾട്രാസൗണ്ട് എടുക്കാൻ ഞാൻ നിർബന്ധിച്ചിട്ട് പോയത്. അന്നേരം സാറിന് ഒരുപാട് പീഡിയാട്രിക് പേഷ്യൻസ് ആയിരുന്നു. അന്നേരം കോളറയും ഡിഫ്തീരിയും എല്ലാം ഉള്ള കാലഘട്ടമായിരുന്നു. സാറ് എന്നിട്ട് എപ്പോഴോലും പോയിട്ട് അൾട്രാസൗണ്ട് പഠിച്ചിട്ടാണ് വന്നത് എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രഗ്നൻസി നോക്കുമ്പോൾ 3 കുഞ്ഞുങ്ങൾ. അവർ പറഞ്ഞു ഞങ്ങൾ ഇവിടെ തന്നെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ 3 കുട്ടികളെ പ്രസവിച്ച്, 2 പെണ്ണും 1 ആണും. എനിക്കിപ്പോൾ ആ സന്തോഷം ഞാൻ മറക്കില്ല. അമ്മമ്മേൻ്റെ കയ്യിലൊരു കുട്ടി, അമ്മേൻ്റെ കയ്യിലൊരു കുട്ടി, പേഷ്യൻ്റെ കയ്യിലൊരു കുട്ടി. അതൊക്കെ ശരിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഈ ട്രൈബൽ ഏരിയാസ് എന്നൊക്കെ രാത്രി സമയത്ത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് പ്രസവിച്ചിട്ട് വരാതെ അവരെ ഇങ്ങനെ ശരിക്കൊരു പായിൽ കെട്ടിയിട്ട് കൊണ്ടുവന്നേ. ഞാൻ രാത്രി ഇത് കാണുമ്പോൾ ഷോക്ക് അടിക്കുന്നത്, ഇതെന്താ പായ തുറക്കുമ്പോൾ ഈ സ്ത്രീ ജീവനോടെ ഉണ്ട്, പക്ഷേ ബ്ലഡിലിങ്ങനെ മുങ്ങിയിട്ടുണ്ട്. പക്ഷേ ദൈവം സഹായിച്ചിട്ട് ആ മറുവൊക്കെ എടുത്ത് അതൊക്കെ മെഡിസിനൊക്കെ കൊടുത്ത് ഇതൊക്കെ ശരിയായി. അന്നേരം എന്ത് റിസ്ക് എടുക്കാൻ നമുക്ക് ധൈര്യമാണ്. കാരണം പേഷ്യൻസിന് അത്രയും വിശ്വാസമാണ്, നമുക്കാണെങ്കിൽ എന്ത് വേണമെങ്കിൽ നമ്മളെ ജീവൻ പോലും കൊടുക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു.
ഡോക്ടർ പലരുടെയും ജീവിതത്തിൽ മാതൃകയായ ഒരു വ്യക്തിത്വമാണ്. ഡോക്ടർക്ക് ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ ഡോക്ടർക്ക് ഒരു റോൾ മോഡലായ ഒരു വ്യക്തി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? താങ്ക്സ് പറയട്ടെ, ഇങ്ങനെ ഒരു കോംപ്ലിമെൻറ്റ് കിട്ടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് റോൾ മോഡലായിട്ട് എനിക്ക് തോന്നിയത് എൻ്റെ ഗ്രാൻഡ് മദറാണ്. ഗ്രാൻഡ് മദർ എന്ന് വെച്ചാൽ വളരെ മുന്നേ ജീവിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ എന്നാൽ തന്നെ അവരൊരു സന്മനസ്സും അവരൊരു സർവീസ് മൈൻഡഡ്നെസ്സും അവർ ഓരോരോ ടാലൻസ്, അവരുടെ ടാലൻറ്റ് മാത്രമല്ല ചുറ്റുവട്ടത്തിലെ ആൾക്കാരെ കൊണ്ടുവന്ന് പ്രോത്സാഹിപ്പിച്ചിട്ട് അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനോ അതൊക്കെ വേറെ തന്നെ ഒരു കഴിവ് തന്നെയായിരുന്നു. കാരണം അവർ ഫസ്റ്റ് ഫോം വരെ അങ്ങനെ പഠിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ 7th 8th സ്റ്റാൻഡേർഡ് അക്കാലത്ത്. പക്ഷെ അവർക്ക് എഴുതാൻ ഭയങ്കര താല്പര്യമായിരുന്നു. 13 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറായിരുന്നു ഹസ്ബൻഡ്. അന്നേരം അവർ രാത്രി ഇരുന്നിട്ട് കഥകൾ ഡ്രാമ ഇതൊക്കെ എഴുതും. രാവിലെ ഹസ്ബൻഡ് ഇത് കണ്ടാൽ അദ്ദേഹത്തിന് അത് തീരെ പിടിക്കുന്നില്ല. അദ്ദേഹം അത് കളയും. എന്നിട്ട് ഇപ്പം സ്ത്രീകളൊന്നും ഇങ്ങനെ എഴുതാൻ പാടില്ല. അന്നേരം ഫ്രീഡം സ്ട്രഗിളും കൂടിയാണ്, അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് തന്നെ എഴുതുക. അന്നേരം ഇതെല്ലാം എഴുതിയാൽ നമുക്ക് പ്രശ്നമാണ്, ഇതെല്ലാം ജോലിക്ക് തന്നെ പ്രശ്നമാവെന്ന് പറഞ്ഞിട്ട് അത് കളയും. എന്നിട്ടും കൂടി ഇവർ എഴുതി 3-4 പുസ്തകം എഴുതി. കൂടാതെ അവർ ലാസ്റ്റ് എഴുതിയ പുസ്തകം സഹസ്ര പൗർണിമ എന്ന് പറഞ്ഞ പുസ്തകമാണ്. അതിന് അവർ തീരെ പ്രതീക്ഷിക്കാതെ അവരെ ലൈഫിലെ എൻഡിൽ എഴുതിയ ബുക്കാണ്. അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി.